ഹായ്, ഇന്നത്തെ വീഡിയോ മരച്ചീനി കറി വെച്ചത് മീൻകറിയാണ് കേട്ടോ. ആദ്യം ചീനി വേവിക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പിലേക്ക് വെച്ചു. വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ അരിഞ്ഞ് കഴുകിയൊക്കെ വെച്ചിരിക്കുന്ന ആ ചീനി വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഇനി കറി വയ്ക്കാനുള്ള മീനൊക്കെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് മീനെടുത്ത് വറക്കാനായിട്ട് മാറ്റി അതിലേക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇച്ചിരി മസാല എല്ലാം കൂടെ ചേർത്ത് പുരട്ടി മാറ്റി വെച്ചു. എന്നിട്ട് പിന്നെ നമുക്കിനി മീൻകറി വയ്ക്കാനായിട്ട് അടുപ്പ് കത്തിച്ച് ചട്ടി അടുപ്പിലോട്ട് വെക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവ പൊട്ടിച്ച് കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞത് ചേർത്ത് വഴറ്റി പിന്നെ ആവശ്യമുള്ള പൊടികളെല്ലാം ചേർത്ത് ഒന്ന് ചൂടാക്കിയിട്ട് ഞാനത് കോരി മാറ്റുന്നുണ്ട്. അതൊന്ന് പൊടിച്ചെടുക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് സവാള അരിഞ്ഞത് ചേർത്ത് വഴറ്റിയെടുത്ത് നല്ലതുപോലെ ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കിനും അതിലേക്ക് കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞതും എല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടെ ഇളക്കി അത് കഴിഞ്ഞ് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് ഇളക്കി നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇനി നേരത്തെ മൂപ്പിച്ച് മാറ്റി വെച്ച അരപ്പുകളെല്ലാം ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി പുളിയും പിഴിഞ്ഞൊഴിച്ച് കുറച്ച് മീന് വേവിക്കാൻ ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് അടച്ച് വയ്ക്കാം. കറി ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്കിനും മീൻ കഷ്ണം പറക്കിയിടാം. അതിനുശേഷം അവസാനം കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് നമുക്ക് മീൻ കറി അടച്ച് വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് മീൻ വറുക്കാം. ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പില ചേർത്ത് പുരട്ടി വെച്ചിരുന്ന മീനെല്ലാം അതിലേക്ക് പറക്കിയിടാം. അപ്പോഴേക്കും ചീനി വെന്ത് കുറച്ച് ഉപ്പ് ചേർത്ത് അരപ്പും ചേർത്ത് ഒന്ന് ചൂടാക്കി കൊണ്ടുവന്നിട്ട് നല്ലതുപോലെ ഇളക്കി മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ കടുക് താളിച്ച് ചീനിയിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. കടുക് താളിച്ചൊഴിക്കുമ്പോൾ ചീനിക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ചീനി കൂട്ടാൻ വെച്ചതും മീൻ മുളകിട്ടതും വറുത്ത മീനും ഇവിടെ റെഡി ആയിട്ടുണ്ടേ.